കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് ജയിൽ ഗാർഡ് അവിടെയുള്ള കുറ്റവാളിയായ ഒരുത്തനോട് അവന്റെ ബ്രദറിനെയും കൊന്നത് ലീ ആണെന്ന് അറിയിക്കുന്നതാണ്. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പുണ്ടാകുമെന്ന് നമ്മൾക്ക് കാണാം. നാലാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഗോങ് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ആരോ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവിടേക്ക് ഗോങ് വിളിച്ച് പറഞ്ഞിട്ട് ചാ പോകുന്നതാണ് കാണിക്കുന്നത്. അയാളെ കയറ് പോലത്തെ എന്തോ ഒന്നുകൊണ്ട് കഴുത്ത് ഞെരിച്ചിട്ടായിരിക്കും കൊന്നിട്ടുണ്ടാവുക. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ പാർക്ക് ഇനി എങ്ങാനും എപ്പീലിന് കൊടുക്കുമോ എന്നോർത്ത് ടെൻഷൻ ആകുന്ന ചായയായിരിക്കും കാണിക്കുക. അത് മനസ്സിലാക്കി ചീഫ് അതിനിപ്പെന്താ, അവൻ അപ്പീലിന് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, എന്തായാലും ട്രയൽ കോർട്ട് വിധി പറഞ്ഞല്ലോ ഓൾറെഡി, സോ ഹൈക്കോർട്ട് ഫസ്റ്റ് ട്രയലിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. മാത്രമല്ല ആ അപ്പീൽ ജഡ്ജിനെ എനിക്കറിയാം, ഞാനും അങ്ങേരും ഒന്നിച്ച് പഠിച്ചതാണെന്ന് പറയുന്നു. അതിനിടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ലീയെ കൊണ്ട് മെഡിക്കൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നുണ്ടാകും. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ലീ പാർക്കിനോട് എങ്ങനെയാലും അപ്പീലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യണം, എത്രയും പെട്ടെന്ന് എനിക്ക് മെഡിക്കൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യണം, അതാകുമ്പോൾ എന്റെ എബിലിറ്റി ആളുകൾ തിരിച്ചറിയുമെന്ന് പറയുന്നു. ഹൈക്കോർട്ട് അപ്പീൽ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം അപ്പീൽ ജഡ്ജി ആ ചായയുടെ ബോസിന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ കൂടി വേണം. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ നേരത്തെ മരിച്ച ആളുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഗോങ് ചായയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോ അയാളുടെ പേര് സോങ് മിൻസു എന്നായിരിക്കും. അയാൾ JNI എന്ന് പറഞ്ഞ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ലീ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ചെയോം എന്ന മെഡിക്കൽ സെന്ററിലെ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുത്ത് ലീയുടെ പ്രോജക്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഈ സോങ് മിൻസു ആണ് ലീക്ക് നല്ല മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സോങ് മിൻസുവും ഹാനും പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചായോം മെഡിക്കൽ സെന്ററിൽ നിന്ന് റിസൈൻ ആക്കിയിട്ട് പിന്നീട് അവർ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് JNI. ചിലപ്പോൾ ഈ മരിച്ച ആളും ലീയുമായിട്ട് മരിക്കുന്നതിന് മുമ്പ് വരെ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ന് ചാ പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് നെക്സ്റ്റ് ഡേ JNI ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചാ പോവുകയാണ്. എന്നാൽ അവിടെ ആരെയും കാണില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പൂട്ടി കിടക്കുന്നുണ്ടാകും. അന്നേരം ആരോ ഒരാൾ അവളുടെ തൊട്ടിപ്പുറത്ത് കൂടി നടന്നു പോകുന്നുണ്ടാകും. സംശയം തോന്നി അവൾ അവനെ വിളിക്കുന്നുണ്ട്. ഇവളെ കണ്ടതും അവൻ ഓടാൻ തുടങ്ങുകയാണ്. ചാ വിടാതെ അവന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഒരുവിധം അവനെ പിടിച്ചു വലിക്കാൻ നോക്കുമ്പോഴേക്കും അവൻ ഇവളെ ചവിട്ടി നിലത്തിട്ട് ആ ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നു. ആ നേരം അവിടെ CCTV ഉള്ള കാര്യം അവളുടെ കണ്ണിൽ പെടുന്നുണ്ട്. ശേഷം സമയം കളയാതെ ഗോങ്ങിനെ വിളിച്ച് ആ CCTV ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അവിടുന്ന് കടയുടെ അടുത്ത സീനിൽ ലീയെ ട്രയൽ കഴിഞ്ഞത് കൊണ്ട് തന്നെ വേറൊരു സെല്ലിലേക്ക് ഗാർഡ്സ് മാറ്റുകയാണ്. ആ സെല്ലിനാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം കണ്ട ലീ കൊന്ന ഒരു ക്രിമിനലിന്റെ ബ്രദർ ഉള്ളത്. കൂടെ അവന്റെ ഗ്യാങ്ങും ഉണ്ടാകും. അവനാണെങ്കിൽ ഇവനെ ഇവിടെ വെച്ച് തന്നെ തീർക്കാനുള്ള കലിപ്പിലായിരിക്കും. അങ്ങനെ ശേഷം രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരുത്തൻ എഴുന്നേറ്റ് കത്തി കൊണ്ട് ലീയെ കുത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് ലീ അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ആ സമയം ലീ കൊന്ന ആ ക്രിമിനലിന്റെ ബ്രദർ ഇല്ലേ, അവൻ ഒന്നും നോക്കാതെ ലീന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുന്നു. പാടുപെട്ട് ലീ അവന്മാരെ പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് അടി ഇടി ഒന്നും പറയണ്ട. ഇവന്മാരെല്ലാം കൂടി ലീയെ ഒരുമാതിരി സോംബിയെ പോലെ വളഞ്ഞിട്ട് പിടിക്കാനാ നോക്കുന്നത്. അതിന്റെ ഇടയിൽ മൂർച്ചയുള്ള എന്തോ കൊണ്ട് ലീയുടെ നെഞ്ചത്ത് അവന്മാര് കുത്തി. ലീ അവനെ കൊണ്ട് ആവുന്ന മാച്ച് റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് എത്രയാന്ന് വെച്ചാ ആ സമയം നേരത്തെ പറഞ്ഞ ആ ബ്രദർ ഇല്ലേ, അവൻ എന്തോ കൂർത്ത സാധനം കൊണ്ട് ലീയെ കൊല്ലാൻ നോക്കുമ്പോഴേക്കും ലീ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷെ അത് കൊണ്ടത് അവരുടെ കൂട്ടത്തിൽ തന്നെ വേറൊരുത്തന്റെ വയറിലായിരിക്കും. പിന്നെ അവിടെ മുഴുവനും ചോരക്കളമായിരിക്കും. നെഞ്ചിൽ കുത്തു കൊണ്ടത് കൊണ്ട് തന്നെ ലീയുടെ ബോധവും അപ്പോഴേക്കും പോയിട്ടുണ്ടാകും. പെട്ടെന്ന് പോലീസുകാരെല്ലാം വന്ന് ലീയെയും നേരത്തെ വയറൽ കുത്തു കൊണ്ടവനെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. ലീക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പാർക്ക് ഇവിടെ അറിയുന്നുണ്ട്. അപ്പോഴായിരിക്കും പാസ്റ്റിലെ ചില കാര്യങ്ങൾ കാണിക്കുക. അതായത് ലീയോട് പാർക്ക് മെഡിക്കൽ ഡെമോൺസ്ട്രേഷൻ ഹൈക്കോർട്ട് റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സോ നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ വേണമെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ ബാക്കപ്പ് പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഫോർ ഷുവർ ട്രയൽ കഴിഞ്ഞത് കൊണ്ട് തന്നെ ലീയെ എന്തായാലും വേറൊരു സെല്ലിലേക്ക് മാറ്റുമെന്ന് പാർക്കിന് ഉറപ്പായിരുന്നു. അപ്പൊ ആ സെല്ലിലുള്ള ഇൻക്യൂറബിൾ ഡിസീസ് ഉള്ള ഏതെങ്കിലും തടവുകാരനെ ലീക്ക് ക്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവന്റെ എബിലിറ്റി അതുവഴി എല്ലാവരും മനസ്സിലാക്കുമല്ലോ. അങ്ങനെ തടവുകാരിൽ അസുഖമുള്ളവരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് പാർക്ക് ലീയോട് നിനക്ക് ഇതിൽ ആരെയാ വേണ്ടതെന്ന് വെച്ചാൽ പറ, അതാകുമ്പോൾ ഈ ലിസ്റ്റിൽ ലീ സെലക്ട് ചെയ്ത ആളുടെ സെല്ലിലേക്ക് ലീയെ മാറ്റാമല്ലോ. അന്നേരം ലീ നേരത്തെ പ്രസന്റ് ലീയുടെ കൂടെ ഹോസ്പിറ്റലിൽ ആയവനില്ലേ, നേരത്തെ വൈറൽ കുത്തുകൊണ്ടവൻ, അവനെ ആ ലിസ്റ്റിൽ കാണും. ജന്മന അവന്റെ കോർണിയ ഡാമേജിലാണ്. ഇവൻ താൻ മുമ്പ് കൊന്ന ഒരുത്തന്റെ ബ്രദറിന്റെ കൂട്ടത്തിലുള്ളവനാണെന്ന് ലീക്ക് ഓൾറെഡി അറിയാം. ലീ ആണ് തന്റെ ബ്രദറിനെ കൊന്നതെന്ന് മറ്റവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സെല്ലിൽ അടി നടക്കുമല്ലോ. ആ കാരണം കൊണ്ട് ആ സെല്ലിൽ നിന്ന് അടി ഉണ്ടായാൽ നേരത്തെ ആ കോണിയ ഡാമേജ് ഉള്ളവന് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ലീയെയും അവനെയും എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കുമെന്ന് ലീക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അതുവഴി അവന്റെ ഈ കഴിവ് എല്ലാവരും അറിയുമല്ലോ. അങ്ങനെ അതിനുശേഷം നടന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. പ്രസന്റിൽ ലീയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പാർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോഴായിരിക്കും ഡോക്ടർ പറയുന്നത് ലീയുടെ ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു, അൺസ്റ്റേബിൾ കണ്ടീഷൻ ആയിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. കറക്റ്റ് സമയത്ത് ഡോക്ടർ ഹാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയനെ. അല്ല, ഹാൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് പാർക്ക് ചോദിക്കുമ്പോൾ ഹാനിന്റെ നമ്പർ തന്നിട്ട് ലീ ആണ് തന്നോട് ഹാനിനെ വിളിക്കണമെന്ന് പറഞ്ഞതും ലീയുടെ ബ്ലഡ് മ്യൂട്ടേറ്റഡ് ആയ കാര്യം ഹാനിന് അറിയുന്നത് കൊണ്ട് തന്നെ ഹാനിന് മാത്രമേ ലീയെ ചികിത്സിക്കാനാകുള്ളൂ എന്നൊക്കെ ലീ പറഞ്ഞ കാര്യം ഡോക്ടർ പറയുന്നു. അത് കേട്ട് പാർക്ക് ഒന്ന് ഞെട്ടുന്നു. കാരണം അന്ന് പാർക്ക് ഹാനിന്റെ വീട്ടിൽ പോയിട്ട് ലീയുടെ ബ്ലഡ് മ്യൂട്ടേഷനെ പറ്റി ചോദിച്ച സമയത്ത് ലീക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നല്ലേ പുള്ളി പറഞ്ഞത്. അതെന്തുകൊണ്ട് അങ്ങനെ കള്ളം പറഞ്ഞതെന്ന് പാർക്ക് ചിന്തിക്കുകയാണ്. ശേഷം പാർക്ക് പരിക്ക് പറ്റിയ
മാറ്റിയ മറ്റേ തടവുകാരന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ലീയുടെ ബ്ലഡ് ഉപയോഗിച്ച് ഹാൻ അവനെ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ അവന്റെ മുറിവും ഭേദമായി, ഒപ്പം അവനുണ്ടായ കോർണിയ ഡാമേജും ഓക്കെയായി. അതും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്ന് ഡോക്ടർ പറയുന്നു. ഇതൊക്കെ കേട്ട് പാർക്കും ചോയും ഞെട്ടുകയാണ്. തുടർന്ന് ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം ചോ ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ എപ്പീലിന് വേണ്ടി ഹൈക്കോർട്ടിൽ പോകുന്ന പാർക്കിനായിരിക്കും കാണിക്കുക. അവിടെ ചായയും ഉണ്ടാകും. മെഡിക്കൽ ഡെമോൺസ്ട്രേഷൻ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അത് കേട്ട് ഇവിടെ ഒരാൾ നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോഴായിരിക്കും പാർക്ക് അവർക്ക് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ലീ ആ ക്രിമിനലിനെ ചികിത്സിച്ച കാര്യം ചോ ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്തത് കാണിച്ചു കൊടുക്കുക. അന്നേരം ഇവിടുന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങുന്നുണ്ടാകും. ലീ എങ്ങാനും മെഡിക്കൽ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേസ് അവളുടെ കയ്യിൽ നിൽക്കില്ല. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ കോർട്ട് ലീ ജയിലിലുള്ള പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്തതിനെ പറ്റി കെയർഫുള്ളി റിവ്യൂ ചെയ്തതിന് ശേഷം ലീയുടെ എബിലിറ്റി റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ റെഡിയാകുന്നു. ഇവിടെ നമ്മളുടെ ചായയുടെ അവസ്ഥ ആകെ കൈവിട്ട പോലെയായി. അവള് നേരെ അവളുടെ അസിസ്റ്റൻസിന്റെ അടുത്ത് ചെന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ലീ ഹോസ്പിറ്റലിലായ കാര്യങ്ങളൊന്നും ഇവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴായിരിക്കും അവർ ലീ ഹോസ്പിറ്റലിലായതും ഹാൻ വന്ന് ലീയുടെ ബ്ലഡ് കൊണ്ട് പരിക്കേറ്റ ക്രിമിനലിനെ ചികിത്സിച്ച കാര്യങ്ങളൊക്കെ പറയുക. ആ സമയമായിരിക്കും ഗോങ് എന്ന് ലീയുടെ വർക്ക്ഷോപ്പിന്റെ അടുത്തുള്ള CCTV ക്യാമറയിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരാളെ കാണാനിടയായി എന്നും പക്ഷെ അയാളുടെ ഫേസ് കറക്റ്റ് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതാരായിരുന്നു എന്ന് ഗോങ് ചാക്ക് അയച്ചിട്ടുണ്ടാകും. അപ്പൊ അത് വേറെ ആരുമായിരിക്കില്ല, ഹാൻ ആയിരുന്നു. ആ സമയം MLAയുടെ അസിസ്റ്റന്റ് അവിടേക്ക് വന്നിട്ട് ഞാൻ നിനക്കൊരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് പാർക്കിന്റെ മകൾക്ക് ബാറ്റൺ ഡിസീസ് ഉണ്ടെന്നും അവൾ മരണത്തോട് മല്ലിടിക്കുകയാണെന്നും മകളെ ചികിത്സിക്കാൻ വേണ്ടിയാണ് ലീയുടെ കേസ് പാർക്ക് ഏറ്റെടുത്തതെന്നൊക്കെ പറയുന്നു. അന്നേരമായിരിക്കും ഇവൾക്ക് കാര്യങ്ങളുടെ ഇരുപ്പ് വശങ്ങൾ മനസ്സിലാകുക. അതുകൂടാതെ ലീ കോമയിലായിരുന്ന സമയത്ത് ഹാൻ ലീയെ ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയുകയാണ്. നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? ബട്ട് അയാൾ അത് പറയില്ല. അവിടുന്ന് കേട്ടായിട്ട് അങ്ങനെ അന്ന് രാത്രി പാർക്ക് ചോയും ഹാനിന്റെ വീട്ടിലേക്ക് പോകുന്നു. കാരണം ഹാനിന് ലീയുടെ ഈ ഒരു എബിലിറ്റിയെ പറ്റി അറിയാമല്ലോ. അങ്ങനെയാകുമ്പോൾ കോർട്ടിൽ വന്ന് ടെസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹാനിനെ വിളിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അവിടേക്ക് അവർ വന്നത്. എന്നാൽ ഹാൻ വീട്ടിലുണ്ടാകില്ല. കൂടാതെ അയാളുടെ ഫോണും ഓഫാണ്. ചോ പാർക്കിനോട് ഇനി അയാൾ മനഃപൂർവ്വം നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പാർക്ക് അന്ന് ഹാനിന്റെ വീട്ടിൽ വന്ന സമയത്ത് ഇവിടെ റോഡിന്റെ സൈഡിൽ ഒരു കാർ കണ്ട കാര്യം ഓർമ്മ വരുന്നുണ്ട്. ചിലപ്പോൾ ഹാൻ നമ്മളിൽ നിന്നായിരിക്കില്ല, മറ്റാരിൽ നിന്നെങ്കിലായിരിക്കും ഒളിച്ചോടുന്നുണ്ടാവുക. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പാർക്ക് ലീയോട് നീയും ഹാനും തമ്മിൽ എങ്ങനെയാ പരിചയം? അയാളിപ്പോ എവിടെയാ താമസിക്കുന്നേ? എനിക്ക് അയാളെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ ആ ഹാനിനെ വിട്ടേക്ക്, എന്നിട്ട് വേഗം ആ മെഡിക്കൽ ഡെമോൺസ്ട്രേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ പാർക്കിനെ കാണാൻ അയാളുടെ ഓഫീസിലേക്ക് പോകുന്നു. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ മിൻസിയോടെ രോഗത്തെ പറ്റി എന്നോട് പറയാതിരുന്നത്? ലീ ഒരു കുറ്റവാളിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവനെ മിൻസിയോ രക്ഷിക്കാൻ പറ്റുമെന്ന്? ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? ഏതായാലും അവളെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്നെ കൊണ്ടാലാവുന്ന വിധം പൈസയായിട്ടും മറ്റെന്തെല്ലാമായിട്ട് ഞാൻ സഹായിക്കാം. എന്റെ മകൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ കാണിച്ചു, ബട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഒരു മരുന്ന് കൊണ്ടും പ്രയോജനമില്ല. എനിക്ക് എന്റെ മകളാണ് വലുത്. അതുകൊണ്ട് ലീയെ ഞാൻ എങ്ങനെയും പുറത്തിറക്കുമെന്ന് പറഞ്ഞ് പാർക്ക് അവിടുന്ന് പോകുന്നു. പാർക്കിനെ സംബന്ധിച്ച് പാർക്കിന് ലീയെ രക്ഷിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗമില്ല. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് പിറ്റേ ദിവസം മെഡിക്കൽ ഡെമോൺസ്ട്രേഷനിന് വേണ്ടിയുള്ള പേഷ്യൻസിനെ തെരഞ്ഞെടുക്കുന്ന മീറ്റിംഗ് ആയിരിക്കും കാണിക്കുക. മിൻസിയുടെ പേര് ആ ലിസ്റ്റിൽ പാർക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പാർക്ക് അതിന്റെ ടെൻഷനിലായിരിക്കും. എന്നാൽ മീറ്റിംഗിൽ മിൻസിയുടെ പേര് അവർ സെലക്ട് ചെയ്യില്ല. പകരം വേറൊരു പെൺകുട്ടിയായിരിക്കും അവർ സെലക്ട് ചെയ്യുക. ഇതറിഞ്ഞ പാർക്ക് ആകെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. ശേഷം വൈഫിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് മെഡിക്കൽ ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന ദിവസമാണ്. ജോയി എന്ന പേരുള്ള ഒരു ക്യാൻസർ പേഷ്യന്റിനെയാണ് ലീ ഇന്ന് ചികിത്സിക്കാൻ പോകുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റിന് ശേഷം എല്ലാവരും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ പോയി രാത്രിയാകുന്നുണ്ട്. ഒരു ഭാഗത്ത് ചാക്ക് അവൾ JNI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ സമയത്ത് അവിടുന്ന് ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നു. അപ്പൊ അവന്റെ പേരിൽ ആരെയോ കൊന്നതിന്റെ ഒരു കേസുണ്ട്. പക്ഷെ അവന് പണിഷ്മെന്റ് ആയിട്ട് 4 വർഷത്തെ സസ്പെൻഡന്റ് സെന്റൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇവന്റെ പ്രോസിക്യൂട്ടർ ആയത് വേറെ ആരുമല്ല, ഇവളുടെ ചീഫ് തന്നെയാണ്. ശേഷം അവൾ പ്രോസിക്യൂഷൻ കേസ് ഇൻക്വയറി നോക്കുമ്പോൾ അതിൽ തന്നെ ഹാൻ ചെയ്യും മെഡിക്കൽ സെന്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഇല്ലീഗൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ബട്ട് അതെല്ലാം ഇൻസഫിഷ്യന്റ് എവിഡൻസ് ആയതുകൊണ്ട് തന്നെ അന്ന് ഹാനിന്റെ പ്രോസിക്യൂട്ടറായ ഇവളുടെ ചീഫ് ആ കേസ് മുമ്പോട്ട് കൊണ്ടുപോയില്ല എന്നൊക്കെ ഉണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് വരുന്നുണ്ട്. മറുഭാഗത്ത് ലീ ചികിത്സിച്ച ആ പെൺകുട്ടിയുടെ ബോധം വരുന്നു. അത് കണ്ട് എല്ലാവരും ഞെട്ടും. കുട്ടിയുടെ അസുഖം മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നൊന്നും പറയണ്ടല്ലോ, ന്യൂസിൽ മൊത്തം ലീയുടെ പേരായിരിക്കും. ഇതറിഞ്ഞ പാർക്കിന് വളരെ സന്തോഷമായിരിക്കും. ലീക്കാണെങ്കിൽ സന്തോഷം അടക്കാൻ പോലും പറ്റില്ല. കാരണം അവൻ അത്രയും ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആയിരുന്നു ഇത്. ആ സമയം ഇവിടെ പാർക്കിന്റെ ഓഫീസിൽ വന്ന ആരോ ഡോർബെൽ അടിക്കുന്നു. അത് വേറെ ആരുമായിരിക്കില്ല, ചെയ്യും മെഡിക്കൽ സെന്ററിലെ ചെയർമാൻ ആയിരിക്കും. ഇവിടെ വെച്ച് എപ്പിസോഡ് 4 കഴിയും. ചെയർമാന്റെ പെട്ടെന്നുള്ള കടന്നുവരവിന്റെ ഉദ്ദേശം എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതായാലും അതിനുവേണ്ടി അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം.